ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശ് ചോദിക്കുന്നുണ്ട് നയനെ കാണാനായിട്ട് അനി അങ്ങോട്ട് പോയതിൻ്റെ കുഴപ്പം എന്താണെന്ന്. അപ്പോഴത്തേന് അനാമിക പറയും, ആദർശേട്ടൻ പോകുന്നുണ്ടല്ലോ അവളെ കാണാനായിട്ട്, പിന്നെ എന്തിനാ അനി അങ്ങോട്ട് പോകുന്നത്, അതെനിക്ക് ഇഷ്ടമല്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശൻ പറയും, നയനെ അവളെ ഇവളെ ഒന്നൊന്നും വിളിക്കാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിന്നെ വീട്ടിൽ വളർത്തി ആ സംസ്കാരം ഇവിടെ എടുക്കുന്നു, അതിവിടെ പറ്റത്തില്ല എന്ന് പറയും. പിന്നെ ഏട്ടത്തിമാരെ ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിച്ച് വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേന് അനാമിക പറയും, എനിക്കിവിടെ കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് തിരിച്ച് പ്രവർത്തിക്കാൻ അറിയത്തുള്ളൂ. ഞാനിവിടെ ആകെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വഭാവം ഒന്നും മാറ്റാൻ ഇനി ആരെ കൊണ്ടും പറ്റത്തുമില്ല, ഞാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ട് അഹങ്കാരത്തോടെ അങ്ങ് പോകുന്നുണ്ട്. അന്നേരത്തേന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങ് വല്ലാതാവും. മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ആരും അങ്ങനെ അനാവശ്യത്തോടെ ഒന്നും പറയാറില്ലല്ലോ. ഇപ്പോൾ അനാമിക അത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശി ഉടനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും നയനമോൾ ഈ സമയത്ത് വീണത് ഒട്ടും ശരിയായില്ല, നയനമോളെ എന്തിനാ പിടിച്ച് തള്ളിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജാനകി ചോദിക്കും, അവളെ ഇങ്ങനെ ഒന്ന് തെള്ളിയെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം, അവൾക്ക് എന്നാ വല്ല അസുഖമുണ്ടോ, അവളാണോ ഏട്ടത്തിക്ക് കരൾ തന്നതെന്നൊക്കെ. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. മുത്തശ്ശനപ്പം പറയുന്നുണ്ട്, ഈ അനാമികയും കൊണ്ട് നയനയുടെ വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഇവളുമാർ രണ്ടുപേരും, ആ ജാനകിയും ജലജയും. അതുകൊണ്ട് ആദ്യത്തെ അടി ഇവളുമാരുടെ മുഖത്താണ് കൊടുക്കേണ്ടിയിരുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേന് ജലജയും ജാനകിയും അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ മതിയല്ലോ, ഇവിടെ എന്ത് സംഭവിച്ചാലും നയനെയും അവരുടെ വീട്ടുകാരെയും താങ്ങാനേ ആളുള്ളൂ, ഞങ്ങൾക്ക് അവസാനം കുറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഇവിടെ എൻ്റെ മരുമകളെ സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നയനയുടെ അനിയത്തി ഇവിടെ കൊണ്ടുവരാമെന്ന് ആരും വിചാരിക്കേണ്ട, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നടത്തുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജാനകി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്താ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ പല പ്രശ്നങ്ങളും ആയല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേന് ദേവയാനി പറയും, അച്ഛൻ പറഞ്ഞതുപോലെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായ സ്ഥിതിക്ക് ഇനി എല്ലാവരെയും സ്വത്ത് ഭാഗം വെച്ച് മാറ്റുന്നതല്ലേ നല്ലതെന്ന്. സ്വത്തൊന്നും ഭാഗം വെക്കണ്ട മുത്തശ്ശ. പിന്നെ അമ്മ ഒരു കാര്യം ഓർത്തോണം, ഇപ്പോൾ ഈ ആവേശമൊക്കെ കാണിച്ച് സ്വത്ത് ഭാഗം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ പിന്നീട് നയനെ ഒന്ന് കാണണമെന്നും നയനയുടെ കൂടെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വരുമെന്ന് പറയും. അതൊക്കെ ഓർത്ത് അമ്മയ്ക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ആദർശകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരത്തേന് ദേവേന ചോദിക്കും, അതെന്താ അവൻ അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് അറിയാമല്ലോ ആദർശ് ഈ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD ആണ്. നിന്നെയും നിൻ്റെ ഭർത്താവിനെയും എന്നെയും എല്ലാം മാറ്റി നിർത്തിയാണ് ഞാൻ അവനെ MD ആക്കിയത്. അപ്പോൾ അവന് നല്ല തലയുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അവൻ ഒരു കാര്യം ചെയ്താൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണും. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് അവൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു 3 പ്രാവശ്യമെങ്കിലും ആലോചിച്ച് നോക്കണം. അപ്പം നിനക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. സത്യം എന്താണെന്ന് ആരും പറയാതെ തന്നെ നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് തന്നെ വരുമെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശനും അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പം ജലജ ഓർക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഈയിടെയായിട്ട് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്, ആ സംഭവം എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. ആദർശ മുറിയിലിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട്, നയനയ്ക്ക് എങ്ങനെയുണ്ട്, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ മോനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്നൊക്കെ പറയും. അന്നേരത്തേന് ആദർശ് പറയും, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ മാക്സിമം പറഞ്ഞു നോക്കിയതാണ്, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് പോയില്ല മുത്തശ്ശ എന്ന് പറയും. നീ ഇനി എന്തായാലും മോളുടെ കാര്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മോനെ, അനിയുടെ ജീവിതം സേഫ് ആകേണ്ടത് നമ്മളാണ്, അവൻ്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇനി മോനോട് പറയണം നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകരുതെന്ന്. എനിക്ക് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മോൻ പറയണമെന്ന് പറയും. ഞാൻ പറഞ്ഞേക്കാം മുത്തശ്ശ, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയും, നിൻ്റെ അമ്മയെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് അനിയാണ്. അതുകൊണ്ട് വല്യമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ആ വല്യമ്മയെ സഹായിച്ച നയന മോളോട് അവന് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഓടി ഓടി നയനെ കാണാൻ ചെല്ലുന്നത്. പക്ഷേ അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാ മുത്തശ്ശ, പിന്നീട് ഇവർ തമ്മിൽ കാണുമ്പോൾ നന്ദു അനിയും വീണ്ടും കൂടുതൽ അടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട്
അവരെ തമ്മിൽ കാണാതിരിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. നയന നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഇങ്ങനെ വയലൻ്റ് ആകുന്നത്, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ അനാമികയെ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് നന്ദു പറയും, ചേച്ചി ഓർക്കുന്നില്ലേ, അവൾ എന്നെ പല പ്രാവശ്യം അപമാനിച്ചു, പലയിടത്തും വെച്ച് അപമാനിച്ചു, എന്നിട്ടെല്ലാം ഞാൻ സഹിച്ചും കേട്ട് നിന്നതാണ് പ്രതികരിക്കാതെ. പക്ഷേ ഈ പ്രാവശ്യം അവൾ അപമാനിച്ചത് തന്നെയല്ല, ചേച്ചിയായിരുന്നു. അത് തന്നെയല്ല, ചേച്ചി അവൾ ഉപദ്രവിക്കുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിനി എന്നായാലും അവൾ ആരുടെയും മേൽ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ശരിയാക്കും. എൻ്റെ സ്വഭാവത്തിന് നേരത്തെ തന്നെ ഞാൻ അവളെ അടിച്ച് പോസ്റ്റർ ആക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേനാണ് ഗോവിന്ദനും കനകയും കൂടെ ഓടിക്കയറി വരുന്നത്. മോളെ എന്താ, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ, ആശുപത്രിയിൽ പോകണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേന് നയന പറയും, ഇല്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് കുഴപ്പമില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഹാളിൽ ഇരുന്നെന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കനക ഉടനെ തന്നെ നന്ദുവിനോട് ചോദിക്കും, നന്ദൂട്ടിന് സമാധാനമായല്ലോ, എന്തിനാ നാനി ഇപ്പോൾ ഇവിടെ വരുന്നത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, ഞാൻ അനിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ അമ്മ, ഇപ്പോൾ ഞങ്ങൾ തമ്മിലൊരു അടുപ്പവും ഇല്ലല്ലോ, പിന്നെ അനി വന്നത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ചോദിക്കും. നയനടുത്തിയെ കാണാൻ വന്നായിരുന്നല്ലേ അനി പറഞ്ഞെന്ന് ചോദിക്കും. അമ്മയൊക്കെ എങ്ങനെ ഈ കാര്യം അറിഞ്ഞെന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, ജാനകി വിളിച്ചായിരുന്നു, പിന്നെ കാര്യങ്ങൾ എന്താണെന്നറിയാൻ അനിയെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞതെന്ന് പറയും. അപ്പം കനക പറയുന്നുണ്ട്, നയനെ കാണാൻ തന്നെയാണോ അനിയെപ്പോഴും ഇവിടെ വരുന്നത്, ഇപ്പോൾ എനിക്ക് സംശയമുണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് ഇപ്പം പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുകയില്ലായിരുന്നു, പുറത്തോട്ട് പോലും പോകുന്നില്ല, ഇങ്ങനെ എല്ലാവർക്കും എന്നെ സംശയമാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പൊക്കോളാം എന്നൊക്കെ പറയും. അന്നേരത്തേനും നയന പറയും, അമ്മ എന്നെ അമ്മ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത്, അവളെ വെറുതെ വഴക്ക് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവനിപ്പോൾ ഇങ്ങോട്ട് വന്ന കാരണമല്ലേ എൻ്റെ മോൾക്ക് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ ചോദിച്ച് കനക അങ്ങ് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരത്തേന് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. അന്നേരത്തേന് ഇവരൊക്കെ പക്ഷേ നയനെയാണ് ശ്രദ്ധ. നയനെ മോളെ എഴുന്നേക്ക് വാ, നമുക്ക് അകത്ത് പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞ് കനക നയനെ വിളിച്ചുകൊണ്ട് പോയി അകത്ത് കിടത്തുന്നുണ്ട്. നന്ദു വണ്ടിയുമായിട്ട് വഴിയരികിൽ പോയി നിൽക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനി വന്ന് നന്ദു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനിയെ കാണുന്ന ഉടനെ നന്ദു പറയും, അനിയെ ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു, എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമാണെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വിളിക്കാതിരുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയും. ഉടനെ നന്ദുവിനോട് അനി പറയും, അതിനെന്താ, തനിക്ക് എന്ത് വേണേലും എന്നോട് പറയാമല്ലോ എന്ന് പറയും. അതല്ല അനി, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇനി വേണ്ട, വീട്ടിലേക്ക് അനി വരുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്, അതുകൊണ്ട് അനി ഇനി എന്നെ കാണാനോ വരാനോ ഒന്നും ശ്രമിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ആകെ നശിച്ചു, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, അവൾ വന്നതിൽ പിന്നെ എനിക്ക് മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊരു റൂമിലാണ് കഴിയുന്നതെങ്കിലും ഞങ്ങൾ ഇതുവരെ ഒരു ഭാര്യയും ഭർത്താവിനെ പോലെ ജീവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് നന്ദു എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അന്നേരം പറയും, ഞാൻ പറഞ്ഞതൊക്കെ നന്ദു വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. പറയും, അനി കള്ളം പറയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിലൊക്കെ എന്താ അഭിപ്രായം പറയണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും. അന്നേരത്തേന് അനി പറയും, ഞാൻ ഇത്രയും സങ്കടം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു കുടുംബ ജ്യോത്സ്യനെ പോയി കണ്ടിരുന്നു, അപ്പം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരാണ്, ഞങ്ങൾ വേറെ പിരിയേണ്ടവർ മാത്രമാണെന്ന് പറയും. അവൾ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും, ഞങ്ങൾ വേറെ പിരിയേണ്ടവരാണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുന്നല്ലോ എന്ന് പറയും. അപ്പം നന്ദു ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. നന്ദുവിൻ്റെ മനസ്സിലും അപ്പോൾ ഓർമ്മയുണ്ട്, ഇവർ തമ്മിൽ കൂടിച്ചേരുമെന്ന് നന്ദു കേട്ടതല്ലേ, അത് കാരണം നന്ദു ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അന്നേരം അനി പറയും, എന്തൊക്കെയായാലും എനിക്ക് അവളുടെ കൂടെ ഒരു സന്തോഷകരമായ ജീവിതം ഒരിക്കലും പറ്റത്തില്ല, ഞങ്ങൾ എന്തായാലും പിരിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ അനി അങ്ങ് പോവും. അപ്പോൾ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിക്കുന്നുണ്ട്. മുറിയിലിരുന്നു കൊണ്ട് നയനെ ആദർശം ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് കയറി വരുന്നത്. ദേവയാനി കാണുന്നുണ്ട് ആദർശ് ആ ഫോട്ടോ ഉടനെ അങ്ങോട്ട് വെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചോദിച്ചു, നീ അറിഞ്ഞോ മോനെ അനാമിക മോള് അവളുടെ വീട്ടിൽ പോയെന്ന്, അതിനെന്താ അവൾ വീട്ടിൽ പോയി നിൽക്കുകയോ വരുവോ ഒക്കെ ചെയ്തോട്ടെന്ന് പറയും. അങ്ങനെ അല്ലല്ലോ, നിൻ്റെ ഭാര്യ അങ്ങോട്ട് പോകുന്ന പുറകെ നീ പോവുമല്ലോ കാണാമെന്ന് പറയും. അതിന് എൻ്റെ ഭാര്യ ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയി നിൽക്കുന്നത്, എന്നോട് പിണങ്ങിയല്ല പോയി നിൽക്കുന്നത്, അമ്മ പറഞ്ഞിട്ടല്ലേ അവൾ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കും. എന്തായാലും അവളുടെ വീട്ടിൽ അനാമിക മോൾ ചെല്ലുമ്പോഴത്തേന് അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര സങ്കടമായിരിക്കും, മുഖത്ത്
പുറത്ത് പാടുമായിട്ടല്ലേ കുട്ടി അങ്ങോട്ട് പോയിരിക്കുന്നതെന്നൊക്കെ പറയും. അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അവൾക്കത് കിട്ടിയെന്ന് പറയും. അതൊന്നും ദേവയാനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തായാലും അനിയോടൊന്ന് പറയണം, ഇനി നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകരുതെന്ന് പറയണമെന്ന് പറയും. അത് ഞാൻ എങ്ങനെ പറയും അമ്മേ? അവന് എന്നെ ഇഷ്ടമുള്ള പോലെ തന്നെ നയനെയും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാ പോകുന്നെന്ന് പറയും. എന്തായാലും അവൻ്റെ ജീവിതം നശിച്ച് കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നീ നയനയുടെ വീട്ടിലേക്ക് പോകുന്നത് നയന നിൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. പക്ഷേ അനി അവിടെ പോകുന്നതിൻ്റെ അർത്ഥമാണ് മനസ്സിലാകാത്തെന്ന് പറയും. അന്നേരത്തേന് ആദർശ് പറയുന്നുണ്ട്, അവളും നയനേടത്തിയെ കാണാനായിട്ടാണ് പോകുന്നത്. നയനെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം കൂടി അവളെ ഇങ്ങനെ പൊക്കി പറയുകയൊന്നും വേണ്ട, അതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ, ആ കാര്യം നീ നടത്തിയെന്ന് ചോദിക്കും. എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അന്നേരം പറയും, ഞാൻ ആ ചെക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് അത് നീ കൊടുത്തില്ലായിരുന്നു ചോദിക്കും. അത് ഞാൻ കൊടുത്തായിരുന്നു, അവർ പക്ഷേ ഇതുവരെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നല്ലോ, എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലെന്ന് പറയും. അതെനിക്കറിയത്തില്ലമ്മേ, ഞാൻ തിരക്കാം, അവർ ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞവരല്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ മലയ്ക്ക് പോയിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേന് എന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കണം, നിൻ്റെ ഭാര്യയൊക്കെ ഇങ്ങനെയുള്ള പെൺകുട്ടിയെ കണ്ടു പഠിക്കണം എന്നൊക്കെ നയനെ കുറിച്ച് ദേഷ്യപ്പെട്ടും ഇടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്. ആ കുട്ടിയെ കാണിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ആദർശിനാകെ ടെൻഷൻ ആകുന്നുണ്ട്. ആദർശിൻ്റെ ആ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.